വെൽക്കം ടു IS ഫാക്ടർ വിത്ത് മീ അർജുൻ ആർ ശങ്കർ. നമ്മുടെ UPSC ന്യൂസ് ബോക്സിൻ്റെ അടുത്ത ഇമ്പോർട്ടൻറ്റ് സെഷനിലാണ് നമ്മൾ ഡിസ്കഷനിലിരിക്കുന്നത്. സോ ഇന്ത്യ പാകിസ്ഥാനിൻ്റെ ഹോസ്റ്റിലിറ്റീസിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് എവ്രിബഡി ഈസ് നൗ ടോക്കിംഗ് അബൌട്ട് ദ ബ്രഹ്മോസ്. സോ ബ്രഹ്മോസിൻ്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ സെഷനിൽ വിൽ കീപ്പ് ദി സെഷൻ കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു ബ്രഹ്മോസ് ആൻഡ് മിസൈൽസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് ഇതിനകത്ത് നിന്ന് മെയിനായിട്ട് നമുക്കറിയാം. So let's have a discussion with me, Arjun R. Shankar, and let's go. So do join our Telegram channel. നമ്മുടെ മെറ്റീരിയൽസിന് വേണ്ടി IS ഫാക്ടർ എന്നുള്ളതിൽ do join it. And ഇന്നത്തെ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് ഏതാണെന്ന് വെച്ചാൽ വിൽ ഡിസ്കസ് അബൌട്ട് ദ ബ്രഹ്മോസ്, ദി എവല്യൂഷൻ ആൻഡ് എന്താണ് ഇതിൻ്റെ സ്പീഡ്, ലോഞ്ച് കപ്പാസിറ്റി പ്ലാറ്റ്ഫോം, ഓപ്പറേഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതൊക്കെയാണ് നമ്മൾ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് വായിക്കാവുന്ന ഒരു കോൺസെപ്റ്റാണ് വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് MTCR. സോ ഒരു മിസൈലൊക്കെ പഠിക്കുന്ന സമയത്ത് വാട്ട് ഈസ് മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം. സോ ഇതിൻ്റെ ആസ്പെക്റ്റ് എന്താണ് ആൻഡ് ഹൗ ഗുഡ് ഇസ് പാകിസ്ഥാൻ ഇൻ ടേംസ് ഓഫ് ദി ഇൻ്റർസെപ്ഷൻ കപ്പാസിറ്റി, അതും നമുക്ക് അനലൈസ് ചെയ്യാം. ആൻഡ് ലക്നൌവിൽ വരാൻ പോകുന്ന പുതിയ ഫാക്ടറി ആൻഡ് അതേപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ പുതിയ ഇൻഡിജിനസ് ലൈനപ്പ് വരുമ്പോൾ ഹൗ ഇസ് ഇറ്റ് ഗോയിങ് ടു ബെനിഫിറ്റ്, എങ്ങനെയായിരിക്കും അതിൻ്റെ കാര്യങ്ങളും കൂടെ നോക്കാം. അതേപോലെ ഒരു കമ്പാരിസണും കൂടെ നമുക്ക് വേണം. അതായത് ബ്രഹ്മോസ് ആണോ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് മിസൈൽ, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ കയ്യിൽ അതിന് ഈക്വലൻസ് ഉണ്ടോ, റഷ്യയുടെ കയ്യിലും ചൈനയുടെ കയ്യിലും ദർ ഇസ് സംതിങ് കോൾഡ് സർമാത്ത് ആൻഡ് DF-17, DF-41. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ്, ഇതിൻ്റെ ലോഞ്ച് കപ്പാസിറ്റി ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ഒരു അനാലിസിസും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ക്വിക്ക്ലി ഗോ ഇൻ ടു ദ കോണ്ടന്റ്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തന്നെയാണ് ബ്രഹ്മാസ്ത്ര, ഇറ്റ്സ് കോൾഡ് ദ ബ്രഹ്മാസ്ത്ര. നമ്മൾ മഹാഭാരതത്തിലും പുരാണങ്ങളിലൊക്കെ നമ്മളിപ്പോഴും ബ്രഹ്മാസ്ത്രം, ബ്രഹ്മൻ്റെ കയ്യിലുള്ള അസ്ത്രം, അത് വെച്ചാൽ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷനാണ്, ഓൾമോസ്റ്റ് ഈക്വൽ ടു എ കംപ്ലീറ്റ് ഡിസാസ്റ്റർ ഡിസ്ട്രക്ഷനാണ് ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്ന പോലെ. സോ ബ്രഹ്മോസ് എന്ന് പറയുന്ന അതിൻ്റെ ആസ്പെക്റ്റ് എന്താണെന്നും കൂടാണ്. സോ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ജോയിൻറ്റ് വെഞ്ചർ ബിറ്റ്വീൻ ഡിഫൻസ് ആൻഡ് റിസർച്ച് ഡെവലപ്പ്, നമ്മുടെ ഇന്ത്യയുടെ DRDO ആൻഡ് റഷ്യാസ് NPO. സോ അതാണ് ഇതിൻ്റെ പേര്. ഗേസ്ലി നിങ്ങൾക്ക് ഈ കാര്യം എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ബ്രഹ്മോസ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. സോ അതിൻ്റെ കൂടെ തന്നെ കണ്ടോ, ഇന്ത്യ ഓപ്പൺസ് അപ്പ് ന്യൂ ബ്രഹ്മോസ് മിസൈൽ പ്ലാന്റ് ഇൻ ദ ഗ്രോയിങ് എക്സ്പോർട്ട് ഡിമാൻഡ് ആൻഡ് റീജിയണൽ ടെൻഷൻസ്. ദ ന്യൂ ഫെസിലിറ്റി ഇൻ ലക്നോ വിൽ പ്രൊഡ്യൂസ് അപ് ടു 100 മിസൈൽസ് എ ഇയർ. സോ ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെ വാല്യൂ നിങ്ങൾ ഈ മിസൈലിൻ്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക. സോ ഹൗ ബിഗ് ഇസ് ദിസ് ഇഷ്യൂ. സോ നമുക്ക് ബേസിക്സിലേക്ക് വരാം. കണ്ടോ, ബ്രഹ്മോസ് ഹിറ്റ് ജയ്ഷ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ പാകിസ്ഥാൻ ഡ്യൂറിങ് ഓപ്പറേഷൻ സിന്ധൂസ്. അപ്പോൾ ഓൾ ദീസ് ആർ ദ ന്യൂസ് വിച്ച് വാസ് മേക്കിംഗ് ബിഗ് ഹെഡ്ലൈൻസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം. പിന്നെ അടുത്ത ചോദ്യം, ഇങ്ങനെ ഒരു സംഭവം വന്നാൽ പാകിസ്ഥാൻ, വി ടോക്ക് അബൌട്ട് ഇൻ്റർസെപ്റ്റിംഗ്. ഇപ്പോൾ നമ്മുടെ തന്നെ വീഡിയോയിൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന കോൺടെക്സ്റ്റ് എന്ന് പറഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇൻ്റർസെപ്ഷൻ കപ്പാസിറ്റി, BMD ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം, പാഡ്, പൃഥ്വി അഡ്വാൻസ് ഡിഫൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ ഇത് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റിയോ? ഇല്ല, ദേ ഹാഡ് ടു റൺ, ദേ കുഡ് നോട്ട് സീ ഇറ്റ് കമ്മിങ്. അത്ര സ്പീഡിലാണ് അപ്പോൾ അത് വരുന്നത്. സോ ഇറ്റ് ഈസ് എ സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്പർ 1, സൂപ്പർ ക്രൂയിസ് മിസൈൽ. കൊലാബറേഷൻ തന്നെയാണ് ഇന്ത്യയും റഷ്യ. ആൻഡ് നമ്മുടെ ഇവിടെ നെയിംഡ് ആഫ്റ്റർ ബ്രഹ്മപുത്ര റിവേഴ്സിൻ്റെ, അപ്പോൾ മൊത്തം റിവേഴ്സിൻ്റെ പേര് തന്നെയാണ് എന്നുള്ളൊരു ഫാക്ടർ ഇവിടെ ക്ലിയർ ആണ്. ആൻഡ് നോൺ ബിറ്റ്വീൻ 2 റിവേഴ്സ്, അവിടുത്തെ മോസ്ക്വ റിവർ ഇൻ റഷ്യ. സോ ബ്രഹ്മപുത്ര ആൻഡ് മോസ്ക്വ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ബ്രഹ്മോസിൻ്റെ ലോഞ്ച് കപ്പാസിറ്റി ആണ്. ഇറ്റ് ക്യാൻ ബി ലോഞ്ച്ഡ് ഫ്രം ദ ലാൻഡ്, സീ, എയർ ആൻഡ് ഈവൻ സബ്മറൈൻസ്. നമ്മൾ ലാൻഡ്, എയർ, സീ എന്നൊക്കെ പറയും, പക്ഷേ സബ്മറൈൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, സബ്മറൈൻസ് നമുക്കറിയാം, കടലിൻ്റെ അടിയിൽ കൂടെ പോകുന്ന സബ്മറീനുകളുണ്ട്. ഈ സബ്മറീൻസ് നിന്ന് വേണമെങ്കിൽ ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റും. വെരി വൈറ്റൽ. സോ ഏറ്റവും പ്രിസൈസ് ആയിട്ട്, ആക്യുറേറ്റ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബ്രഹ്മോസ് മിസൈൽ. ഇതിൻ്റെ ഒരു ചരിത്രം, ചെറിയൊരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്. 1990s ലുക്ക് അറ്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അന്ന് ഇന്ത്യ വാസ് ബിൽഡിങ്, നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത് IGMDP, ദാറ്റ് ഈസ് കോൾഡ് ഇൻറ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നമ്മളുണ്ടായിരുന്നു, അബ്ദുൽ കലാം ലീഡ് ചെയ്യുന്നത്. ഇൻ്റർസെപ്ഷൻ ആണെങ്കിലും അതേപോലെ ബാലിസ്റ്റിക് ആണെങ്കിലും കുറേ ടൈപ്പ് ഓഫ് ഇതിൽ നമ്മുടെ IGMDP പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ബ്രഹ്മോസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. സോ ആ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 90s വരുന്നത്. നമ്മൾ ഓൾറെഡി അഗ്നി നമ്മുടെ ഉണ്ടായിരുന്നു. അഗ്നി വാസ് അനദർ ഗ്രേറ്റ് തിങ്. സോ ഇതിനെക്കാട്ടും കൂടുതൽ നോൺ ഫോർ ദ പ്രിസിഷൻ സ്ട്രൈക്ക്. ആ പ്രിസിഷൻ എന്ന് പറയുന്ന വാക്കാണ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് കോൾഡ് എ പ്രിസിഷൻ സ്ട്രൈക്ക്. ഗൾഫ് വാറിന് ശേഷം ഇൻസ്പയർ ചെയ്തതാണ്. അങ്ങനെ ഫെബ്രുവരി 1998 ഇന്ത്യയും റഷ്യയൊക്കെ ഒരു എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചു. ബ്രഹ്മോസ് എയറോസ്പേസും
അവരുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ജോയിൻറ്റ് വെഞ്ചർ ബിറ്റ്വീൻ ബ്രഹ്മോസ് DRDO നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം DRDO നിന്നാണ് ഉണ്ടാക്കുന്നത്. സോ ആംസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം DRDO വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് റഷ്യാസ് NPOM, റഷ്യാസ് NP മാഷിനോസ്ട്രോയിനിയ എന്ന് പറയുന്ന അവരുടെ ഇതും കൂടെ ചേർന്നിട്ടാണ് നമ്മളിത് പിന്നീട് ഡെവലപ്പ് ചെയ്തെടുത്തത്. ആൻഡ് ദ ഫസ്റ്റ് ടെസ്റ്റ്, സക്സസ്ഫുൾ ടെസ്റ്റ് എന്ന് വിളിക്കാം, ഇൻ June 12, 2001 വി കംപ്ലീറ്റ്ലി ലാൻഡ് ബേസ്ഡ് ലോഞ്ചറിലാണ് നമ്മൾ ചെക്ക് ചെയ്തത്. അതിനുശേഷം തൊട്ട് ഇറ്റ് ഹസ് ബിക്കം എ മൾട്ടി പ്ലാറ്റ്ഫോം വെപ്പൺ സിസ്റ്റം. ഓർക്ക് ലാൻഡ്, എയർ, സീ ആൻഡ് ഈവൻ ഇൻ സബ്മറൈനിലും അത് വർക്ക് ചെയ്യും. ഹെവി സ്ട്രൈക്ക് പ്രിസിഷൻ റേറ്റ് ആണുള്ളത്. യു ക്യാൻ സീ ദറ്റ് ബ്രഹ്മോസിൻ്റെ മിസൈലിൻ്റെ സ്റ്റേജസ് കണ്ടോ പടം, അതിൽ കാണുന്ന പോലെ തന്നെ ഇറ്റ്സ് എ 2-stage മിസൈൽ ഫീച്ചറിങ് എ സോളിഡ് പ്രൊപ്പല്ലൻറ്റ് ബൂസ്റ്റർ ഫോർ ഇനിഷ്യൽ ലോഞ്ച്. ഇനിഷ്യലിൽ നല്ല ലോഞ്ചും പിന്നെ അവിടെ നിന്ന് ഒരു സൂപ്പർസോണിക് ഫ്ലൈറ്റ് ആണ്, ഒരു ലിക്വിഡ് ഫ്യൂവൽ റാംജെറ്റ് ആണ്, സസ്റ്റെയിൻഡ് സൂപ്പർസോണിക് സ്പീഡിൽ. സോ ഒന്ന് പ്രൊപ്പല്ലൻറ്റ് ബൂസ്റ്ററും ഒന്ന് അതുകൊണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ബ്രഹ്മോസിൻ്റെ ഇത് കാണുമ്പോൾ അറിയാം 2 സ്റ്റേജിലും ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊപ്പല്ലൻറ്റ് ബൂസ്റ്ററും പിന്നെ പ്രധാനമായിട്ടും റാംജെറ്റ് എഞ്ചിനും. സോ ആ ഒരു ബ്രഹ്മോസിൻ്റെ ഒരു പ്രധാന കാര്യമാണ്. ഇനി അടുത്ത ഇതിൻ്റെ ഏറ്റവും the biggest strategy അല്ലെങ്കിൽ interception ബുദ്ധിമുട്ടാണ്. The question was Pakistan army able to intercept this thing? No. They could not see it coming. പ്രധാന കാര്യം it's operating at the concept of speed. Mach 2.8 to 3 Mach എന്ന് പറയുമ്പോൾ സൗണ്ടിൻ്റെ 3 times ഹയർ സ്പീഡിലേക്ക് ഓൾമോസ്റ്റ് ഇത് പോകുന്നതാണ്. One of the fastest cruise missiles globally. This reduces the enemy reaction time. പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല. സോ നമുക്കിതൊന്ന് 2.83 എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് ഫ്ലൈയിങ് അറ്റ് 2.3 times ദ സ്പീഡ് ഓഫ് സൗണ്ട് ആണ് മാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ 1 Mach is equal to speed of sound almost 1225 km/h at sea level ആണ്. ഓൾട്ടിറ്റ്യൂഡും ടെമ്പറേച്ചറും മാറുന്നതനുസരിച്ച് മാറ്റം ഉണ്ടാവും. Mach 3 എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് 3 × 1225 വിച്ച് ഇസ് റഫ്ലി 3675 km/h സ്പീഡിൽ വരുന്ന ഒരു മിസൈലിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള ചാൻസസും എങ്ങനെ ഇരിക്കും നമുക്ക്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. സോ അറ്റ് ഓൾമോസ്റ്റ് 2.8 to 3 Mach എന്ന് പറയുമ്പോൾ ദി എനിമി റഡാർ ആൻഡ് എയർ ഡിഫൻസ് സിസ്റ്റംസ് ആർ വെരി ലിറ്റിൽ റിയാക്ഷൻ ടൈം. അപ്പോൾ അത്രയും പെട്ടെന്ന് ഇത് കയറിപ്പോവും. ഇറ്റ് ഈസ് വെരി ഹാർഡർ ടു ഷൂട്ട് ഡൗൺ ഡ്യൂ ടു ദ സ്പീഡ് ആൻഡ് കൈനറ്റിക് എനർജി. ദിസ് ഇസ് ദി അഡ്വാൻറ്റേജ് ഓഫ് ബ്രഹ്മോസ്. 2.8 to 3 Mach വരുന്നുണ്ട്. ഇനിയും ഇതിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണമെങ്കിൽ ട്രൈ ചെയ്യാം എന്നുള്ളതാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പാകിസ്ഥാൻ ആർമിയുടെ സിറ്റുവേഷനാണ് ഓൾമോസ്റ്റ്. അവരും ഇതേപോലെ തന്നെ ആയിരിക്കും. ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് വെരി ഇംപോസിബിൾ ടു ഇൻ്റർസെപ്റ്റ് ദ മിസൈൽ. ഇതൊക്കെ അവരുടെ ഇതിനകത്ത് വരുന്നതാണ്. സോ നോ ദിസ്. ആൻഡ് പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് വാട്ട് ഈസ് ദി MTCR റെസ്ട്രിക്ഷൻസ്. ഇങ്ങനൊരു മിസൈൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് 290 കിലോമീറ്ററിന് മുകളിൽ നമുക്ക് ഈ മിസൈലിനെ കടത്തിവിടാൻ പറ്റുന്നില്ല. അതെന്താ അങ്ങനെ 290 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് എന്താ? സംതിങ് വിച്ച് ഇസ് ലെസ് ദൻ 300. ആരാണ് 300-ന് താഴെ നമുക്ക് അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് കൊണ്ടുവച്ചത്? MTCR റെസ്ട്രിക്ഷൻ എന്ന് പറയുമ്പോൾ നോ ഇറ്റ് ഈസ് ദ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം എന്നാണ് ഇതിൻ്റെ പേര്. ഇനിഷ്യലി 300 കിലോമീറ്ററിന് താഴെ ഉള്ളതുകൊണ്ട് 290 കിലോമീറ്റർ മാത്രമേ നമ്മുടെ റേഞ്ച്. പക്ഷേ ഇപ്പോൾ 450 കിലോമീറ്റർ 2016 ശേഷമുണ്ട്. അപ്പോൾ MTCR എന്ന് പറയുമ്പോൾ ഇതൊരു ഓർഗനൈസേഷൻ ആണോ, ഇതൊരു ട്രീറ്റി ആണോ, എന്താണ്? അപ്പോൾ ഇതിൻ്റെ റെസ്ട്രിക്ഷൻ എന്ന് പറയുമ്പോൾ MTCR എന്ന് പറയുമ്പോൾ എന്തോ ഒരു ബോഡിയോ അല്ലെങ്കിൽ എന്തോ ഒരു ട്രീറ്റിയോ ആണോ ഇത്? ലെറ്റ്സ് ഫൈൻഡ് ഇറ്റ് ഔട്ട്. MTCR എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ദാറ്റ് വർക്ക് ടുഗെദർ ടു സ്റ്റോപ്പ് ദ സ്പ്രെഡ് ഓഫ് ഡേഞ്ചറസ് മിസൈൽ. ഇറ്റ് ഈസ് നോട്ട് എ ട്രീറ്റി. ഇതൊരു ട്രീറ്റിയോ കരാറോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പറഞ്ഞ പോലൊരു സംഭവമല്ല. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ്. അതായത് ന്യൂക്ലിയർ വാർഫെയർ കൂടുതലും മിസൈൽസ് ഇതിനകത്ത്, കാരണം ഈ മിസൈലിനകത്ത് വാർഹെഡ് കൊണ്ടുപോകല്ലോ. യു ക്യാൻ കീപ്പ് എ വാർഹെഡ്, ന്യൂക്ലിയർ മിസൈൽ വെച്ച് പൊട്ടിക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് എന്താണ് വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ന്യൂക്ലിയർ മിസൈൽ കൂടുതൽ ആൾക്കാരുടെ കയ്യിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ വന്നത്. 1987 വരുന്നത്. മിസൈൽ റിലേറ്റഡ് ടെക്നോളജിയിലാണ് MTCR ചേർത്ത് വായിക്കുന്നത്. ഫോക്കസസ് ഓൺ WMD എന്ന് പറയുന്നത് വെപ്പൻസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്നാണ്. ന്യൂക്ലിയർ വാർഹെഡ്. ഇപ്പോൾ ഇത്രയും വലിയൊരു മിസൈലിനകത്ത് നമ്മൾ ന്യൂക്ലിയർ ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ പൊട്ടിത്തെറിച്ച പിന്നെ ഒന്നും പറയാനില്ലല്ലോ. സോ ഇഫ് എ മിസൈൽ ക്യാൻ ക്യാരി 500 kilo വാർഹെഡ് ആൻഡ് 300 kilometer ഇറ്റ് ഫാൾസ് അണ്ടർ സ്ട്രിക്റ്റ് കൺട്രോൾസ്. 500 കിലോ വരുന്നതും 300 കിലോമീറ്ററിന് മുകളിൽ ഇതിന് പേലോഡ് ഉണ്ടെങ്കിൽ, ഇതിനകത്ത് ഇത്രയും കിലോ സംഭവം വെച്ച് വാർഹെഡ് കൊണ്ട് വെച്ച് 300 കിലോമീറ്റർ പോവെങ്കിൽ റെസ്ട്രിക്ഷൻ വരും.
ആ 300-ന് താഴെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയാണ് ഇന്ത്യ കെപ്റ്റ് ഇറ്റ് അറ്റ് 290 ഇന്ത്യ MTCR റെസ്ട്രിക്ഷൻ വെച്ചിരുന്നത്. ആൻഡ് തിങ്സ് ചേഞ്ച്ഡ് ബിക്കോസ് ഇൻ 2016 ഇന്ത്യ ബിക്കെയിം എ മെമ്പർ ഓഫ് MTCR. സോ അതുകൊണ്ട് തന്നെ 290 റേഞ്ച് മാറി. സോ ഇത് എന്ന് പറഞ്ഞാൽ പിന്നെ ബ്രഹ്മോസ് മിസൈലിൻ്റെ റേഞ്ച് ഗ്ലോബൽ റെസ്ട്രിക്ഷന് ശേഷം മാറി. അപ്പോൾ പിന്നെ ഇന്ത്യ ബിക്കെയിം എ മെമ്പർ. ആൻഡ് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഇൻക്രീസ് ടു 450 കിലോമീറ്റേഴ്സ് അപ് ടു 800 ആൻഡ് ഫ്യൂച്ചേഴ്സ് മേ ബി 1000 കിലോമീറ്ററിന് മുകളിലേക്ക് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ MTCR റെസ്ട്രിക്ഷൻ എന്ന് പറയുമ്പോൾ എത്ര രാജ്യങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 35ഓളം രാജ്യങ്ങൾ ഇതിന് മെമ്പർ കൺട്രീസ് ആണ്. ട്രീറ്റി ഒന്നുമില്ല, ദേ ആർ ഓൾ ടുഗെദർ. ഇതൊരു കൊലാബറേഷനാണ്. സ്പ്രെഡ് ഓഫ് മിസൈൽ ആൻഡ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ടെക്നോളജി കേപ്പബിൾ ഓഫ് ക്യാരിങ് 500 കിലോഗ്രാം ഓഫ് പേലോഡ് അറ്റ്ലീസ്റ്റ് 300 കിലോമീറ്റേഴ്സ്. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രശ്നമാകും എന്നുള്ള രീതിയിലുള്ളതുകൊണ്ടാണ് MTCR നിലനിൽക്കുന്നത്. 500 കിലോ 300 കിലോമീറ്റർ. അപ്പോൾ അതിൽ മുകളിൽ വന്നാൽ പ്രശ്നമാണ്. അത് 2016 ഇന്ത്യ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഈ മാറ്റങ്ങളെല്ലാം ഇന്ത്യക്ക് വന്നത്. അടുത്ത ചോദ്യം, പാകിസ്ഥാൻ MTCRൻ്റെ ഇതൊക്കെ പരീക്ഷയ്ക്കും ചോദിക്കുന്ന സംഭവങ്ങളാണ്. MTCRൻ്റെ പാകിസ്ഥാൻ മെമ്പർ ആണോ? നോട്ട് എ മെമ്പർ. ഓൾവേസ് റിമെമ്പർ, പാകിസ്ഥാൻ ഈസ് നോട്ട് എ മെമ്പർ. ഇറ്റ് ഹാസ് നോട്ട് ജോയിൻ ദി MTCR. സോ MTCR മെമ്പർ അല്ലെങ്കിൽ പോലും MTCR ഗൈഡ് ലൈൻസ് പാലിക്കാനും മിസൈൽ പ്രോഗ്രാം അക്കോർഡിംഗ്ലി റൺ ചെയ്യാൻ പാകിസ്ഥാൻ ഇഷ്ടമാണ്. സോ അവരത് ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. അവരുടെ മിസൈൽസ് ലൈക്ക് ഹർബ ആൻഡ് തൈമൂർ ഹാസ് ലിമിറ്റഡ് ടു കോംപ്ലൈ. അവരും ഇതേപോലെ തർബ, തൈമൂർ ഇവർക്കും കുറേ മിസൈൽസ് ഉണ്ട്. അതും MTCR റെസ്ട്രിക്ഷൻസിനകത്ത് നിൽക്കാൻ വേണ്ടിയാണ് അവർ ലിമിറ്റ് താത്തി വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ അതറിയാൻ വേണ്ടി പറഞ്ഞത്. കമ്മിങ് ഓൺ ടു ദ ബ്രഹ്മോസ്, വാട്ട് ഈസ് ദ ലോഞ്ച് പ്ലാറ്റ്ഫോം? ഇത് നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ, സീന്ന് ഷിപ്പിൽ നിന്ന് നമുക്ക് വാർഷിപ്പ് എന്നുണ്ടോ, സീ ടു സീ, കടലിൽ നിന്നും കടലിലേക്കും കടലിൽ നിന്നും കരയിലേക്കും, സീ ടു ലാൻഡ് ആൻഡ് ലാൻഡ് എന്നുണ്ടോ, ലാൻഡ് ടു ലാൻഡ്, ലാൻഡ് ടു സീ, മിഡ് എയർ എന്നും കണ്ടോ, എയർ ടു സീ, എയർ ടു ലാൻഡ്, ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. സബ്മറൈൻ ടു സീ, കടലിൽ നിന്നും വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. സബ്മറൈൻ ടു സീ. അപ്പോൾ എല്ലായിടത്തും ബ്രഹ്മോസ് ഉപയോഗിക്കാം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ മനസ്സിലായത്. 200 മുതൽ 300 കിലോ വാർ ഹെഡ് കൊണ്ടുപോവാം. സോ പ്രീവിയസ്ലി ഇറ്റ് വാസ് ഓൾ അബൌട്ട് 500 കിലോഗ്രാം ആയിരുന്നു അതിൻ്റെ കൺവെൻഷനിൽ ഇത് പറയുന്നത്. നൗ ഇറ്റ് ക്യാൻ ഗോ അപ് ടു 200 to 300 കിലോ പേലോഡ് നമുക്ക് വെക്കാം. സ്കൈ ലോഞ്ച്, അപ്പോൾ എയർ ആണെങ്കിൽ തന്നെ സുഖോയി ജെറ്റ്സിലൊക്കെ നമുക്ക് മൾട്ടി പ്ലാറ്റ്ഫോമിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും അത്. സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദ പേലോഡ് സിസ്റ്റം. ഇനി യു ഷുഡ് ബി നോയിങ് അബൌട്ട് വാട്ട് ഈസ് ദ ഫയർ ആൻഡ് ഫോർഗെറ്റ് സിസ്റ്റം. ഈ ബ്രഹ്മോസിന് ഫയർ ആൻഡ് ഫോർഗെറ്റ് എന്ന് പറയുന്നുണ്ട്. റിക്വയറിംഗ് നോ പോസ്റ്റ് ലോഞ്ച് ഗൈഡൻസ്. ഇറ്റ് ഫ്ലൈസ് അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 10 meters to 15 kilometers using various trajectory to evade detection, boast high accuracy. ഫയർ ആൻഡ് ഫോർഗെറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ലോഞ്ച് ചെയ്താൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. ഇറ്റ് വിൽ ഫൈൻഡ് ഇറ്റ്സ് ഓൺ വേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കും സ്ഥലത്തിനൊന്നും പ്രത്യേകതയില്ല. സോ വൺസ് ദ മിസൈൽ ഇസ് ലോഞ്ച്ഡ്, അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഇറ്റ് ഗൈഡ്സ് ഇറ്റ് സെൽഫ് ടു ദ ടാർഗറ്റ് ആൻഡ് ദി ഓപ്പറേറ്റർ ഡസൻറ്റ് ഹാവ് ടു കൺട്രോൾ ഓർ ട്രാക്ക് എനിമോർ. തിങ്ക് ഓഫ് ത്രോയിങ് ലൈക്ക് എ ഗൈഡഡ് ഡാർട്ട്. നമ്മളൊരു ഡാർട്ട് എടുത്തെറിയില്ല, ഇങ്ങനെ ഒരു സാധനം നമ്മളിങ്ങനെ എടുത്തെറിയില്ലേ. വൺസ് യു ത്രോ ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഫൈൻഡ്സ് എ ടാർഗറ്റ്. ഇപ്പം നമ്മളൊരു സംഭവം എടുത്തെറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് നോക്കിയല്ല, അത് തനിയെ ടാർഗറ്റ് എത്തുന്നവരെ തനിയെ സ്റ്റിയർ ചെയ്ത് ടാർഗറ്റിനെ കണ്ടെത്തുന്നു പറയുമ്പോൾ ഇറ്റ്സ് എ ഫയർ ആൻഡ് ഫോർഗെറ്റ് സിസ്റ്റം, ഇസ് എ വെരി ഗുഡ് സിസ്റ്റം. സോ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചോളം അത്ര വലിയ പ്രശ്നമില്ല, അത് സ്വന്തം ടാർഗറ്റിനെ കണ്ടുപിടിക്കും. സോ അഗെയിൻ was it used against Pakistan? Yes. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ലീത്തൽ വെപ്പൺ ആയിരുന്നു ബ്രഹ്മോസ് എന്ന് പറയുന്നത്. സോ ഇനി പുതിയത് ലക്നോയിൽ ഒരു പുതിയ ഫാക്ടറി വന്നിട്ടുണ്ട്, ബ്രഹ്മോസ് മിസൈലിന് വേണ്ടിയുള്ളൊരു ഫാക്ടറി. സോ ഡെഫിനറ്റ്ലി ഇതൊരു ഇൻഡിജിനസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ, പണ്ട് വെൻ യു ലുക്ക് ബാക്ക് സം ഇയേഴ്സ് ബാക്ക്, ഇന്ത്യയുടെ ഇമ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ ഡിഫൻസ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ബില്ലാണ്. അല്ലെങ്കിൽ നമ്മൾ ഓയിലും പെട്രോളിയം ഗ്യാസൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറെ രാജ്യങ്ങളിൽ നമ്മൾ ഇപ്പോഴും ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഡിഫൻസ് സിസ്റ്റം. പക്ഷെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇൻഡിജിനസ് ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കിയ മിസൈൽസ്, നമ്മുടെ നാട്ടിലുണ്ടാക്കിയ കാര്യങ്ങൾ നമുക്ക് പരീക്ഷിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ, ഡിഫൻസിലും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഒത്തിരി അഡ്വാൻറ്റേജസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. സോ ലക്നൌവിൽ ഉള്ള ഫാക്ടറിയാണത്. സോ രാജ്നാഥ് സിംഗ് ഇനോഗ്രേറ്റ് ചെയ്തത്. ഇറ്റ് ടെസ്റ്റ് കറന്റ് ബ്രഹ്മോസ് മിസൈൽസ് ആൻഡ് വിൽ പ്രൊഡ്യൂസ് ബ്രഹ്മോസ് NG വേരിയൻറ്റ്. 80 to 100 missiles annually, scaling to 100 to 150 BrahMos, significantly boosting production rate. എത്ര കോടിക്കണക്കിന് രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബ്രഹ്മോസ് മിസൈൽസ്. നമ്മുടെ കയ്യിൽ ഇത്രയും സ്ട്രോങ് മിസൈൽസ് ഇൻഡിജിനിയസ്ലി ഇന്ത്യ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവരുന്നത്. അടുത്ത ചോദ്യം, ക്യാൻ പാകിസ്ഥാൻ ഇന്റർസെപ്റ്റഡ്?
പാകിസ്ഥാൻ്റെ കയ്യിൽ ചൈനീസ് HQ-9 L-80 എന്നൊക്കെ പറഞ്ഞ ഇൻ്റർസെപ്റ്റ് സിസ്റ്റംസ് ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ബ്രഹ്മോസിൻ്റെ മാക് 3 സ്പീഡ് കാരണം ലോ ഓൾട്ടിറ്റ്യൂഡ് ഫ്ലൈറ്റ് ബിലോ റഡാറിലാണ് ഇത് പറക്കുക. ആൻഡ് മാനുവറബിലിറ്റി മേക്സ് ഇൻ്റർസെപ്ഷൻ വെരി ഡിഫിക്കൽട്ട്. അവരുടെ ഇരിക്കുന്ന പേട്രിയോട്ട് ആണെങ്കിലും S-400 എന്താണെങ്കിലും ഇത്രയും സ്പീഡിൽ ലോ ആയിട്ട് പറക്കുന്ന ലോ ഓൾട്ടിറ്റ്യൂഡ് ഫ്ലൈറ്റ് ഉള്ള മാനുവറബിലിറ്റി ഉള്ള മാക് 3 സ്പീഡിൽ വരുന്ന സംഭവം അവർക്ക് കാണാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും സ്ഥലങ്ങളിൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇത് ഉപയോഗിച്ചെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി പാകിസ്ഥാൻ്റെ കയ്യിൽ ബ്രഹ്മോസ് ഉണ്ടോ, അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ടെക്നോളജി ഉണ്ടോ? പാകിസ്ഥാൻ ഡസൻ ഹാവ് എ ഡയറക്റ്റ് ഈക്വലൻറ്റ് ടു ദ ബ്രഹ്മോസ് മിസൈൽ. ബ്രഹ്മോസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ സോണിക് ആണ്. 3 Mach സൗണ്ടിൻ്റെ 3 times ഹൈറ്റ് സ്പീഡിൽ പോകുന്നതാണ്. ഇന്ത്യ ആൻഡ് റഷ്യ ഫോർ ഇറ്റ് സ്പീഡ്. പാകിസ്ഥാൻസ് ക്ലോസസ്റ്റ് മാച്ച് ഇസ് ദ ബാബർ ക്രൂസ് മിസൈൽ. ഈ കാണുന്നതാണ് ബാബർ എന്ന് പറയുന്ന മിസൈൽ. ഇറ്റ് ഈസ് സബ്സോണിക്, നോട്ട് സൂപ്പർസോണിക്. സോ സ്ലോവർ ആണ്. ബ്രഹ്മോസിൻ്റെ കപ്പാസിറ്റി ഒന്നും മാച്ച് ചെയ്യാൻ പറ്റില്ല. ബാബർ ഉണ്ട്. ആൻഡ് ഓൾസോ ദേ ഹാവ് ദ ഫത്ത 2, a ഷോർട്ട് റേഞ്ച് ബാലൻസിങ് മിസൈൽ. വേറെ ടൈപ്പ് ഓഫ് ആണ്. ബട്ട് അവരുടെ കയ്യിൽ ആക്സസ് ടു സം ഓഫ് ദ സൂപ്പർസോണിക് സിസ്റ്റം ലൈക്ക് CM-400 AKG ചൈനയുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ചൈനയുടെ കയ്യിൽ നിന്നുള്ള സംഭവങ്ങൾ ഇവർ വാങ്ങിച്ച് ഇതേപോലെ ബ്രഹ്മോസിൻ്റെ ഈക്വലൻ്റ് ഇവരുടെ കയ്യിലുണ്ട്. സോ ദാറ്റ് ഈസ് ദ കീ തിങ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അവരുടെ കയ്യിൽ ഫത്താക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. സോ ഇസ് ബ്രഹ്മോസ് ദ വേൾഡ്സ് ബെസ്റ്റ് മിസൈൽ ഇൻ ദ വേൾഡ്? അത് റിലേറ്റീവ് ചോദ്യമാണ്. അത് എന്തിനാ റിലേറ്റ് ചെയ്തിരിക്കുന്നുള്ളത് വ്യത്യാസമാണ്. ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽസ് ആണ് മാക് 3 സ്പീഡിലുള്ളത്. പക്ഷെ അതേപോലെ തന്നെ റഷ്യയുടെ കയ്യിലും ഉണ്ട് മാക് 8 ഉള്ള സർക്കോൺ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ചൈനയുടെ ZF മാക് 5+ ആണ്. അതേപോലെ റഷ്യയുടെ RS-28 സർമാത്ത്, അമേരിക്കയുടെ മിനിറ്റ്മാൻ 3 ICBM ആണ്, ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ് ആണ്. ഇതെല്ലാം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ബ്രഹ്മോസ് ഇസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. റഷ്യയുടെ കണ്ടോ, യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് റഷ്യാസ് സർമത്ത് ICBM. അതിൻ്റെ സൈസ് കണ്ടോ, സൈസും അതിൻ്റെ ഒരു ഇനി അത് ലുക്ക് അറ്റ് എവല്യൂഷൻ ഓഫ് മിനിറ്റ്മാൻ ആണ്. അമേരിക്കയുടെ എവല്യൂഷനാണ്. മിനിറ്റ്മാൻ 3 വരെ ഉണ്ട്. അപ്പോൾ ഇത് പല ടൈപ്പ് ഓഫ് മിസൈൽസ് ആണിത്. ആൻഡ് ലുക്ക് അറ്റ് ദിസ്, ചൈനയുടെ DF-17 കണ്ടോ, ചൈനയുടെ കയ്യിൽ DF-17 ഉണ്ട്. അതിൻ്റെ സൈസ് കണ്ടോ, ഹ്യൂജാണ്, അത്രയും ഹ്യൂജാണിത്. ആൻഡ് DF-41 ഉണ്ട്. DF-41ഉം ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ബ്രഹ്മോസിനെ കുറിച്ച് ഒരു ഏകദേശം ഒരു ധാരണ കിട്ടി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഈ മിസൈൽസ് വെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ആർഗ്യൂബ്ലി യു ക്യാൻ റിയലി സേ ബ്രഹ്മോസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫാസ്റ്റ് ക്രൂസ് മിസൈലാണ്. അപ്പോൾ അത്രയും തന്നെ ഡീറ്റെയിൽസ് നമുക്ക് ഓർത്തിരിക്കുക. സോ ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ IAS Factor. അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു. ദിസ് ഇസ് അർജുൻ R. ശങ്കർ.